മൂന്നേരം ഒന്നിച്ചിരുന്നിട്ടൊരു ശബ്ദം പോലും ഇല്ലാത്ത. വരുൺ വരാറായ മോളെ. അറിഞ്ഞൂടാ മുത്തശ്ശി, ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചിരുന്നു. പിന്നെ അവിടെ തിരക്കാണെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചില്ല. ഇന്റർവ്യൂ നന്നായിരുന്നു എന്നല്ലേ പറഞ്ഞത്? വരുൺ ചെയ്യേണ്ടതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടെ കൂടിയിരിക്കുന്നവർ കൂടി തോന്നണ്ടേ അച്ഛാ. ആലോചിച്ച സങ്കടം തോന്നും. എങ്ങനെ നടന്നിരുന്നതാ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? നോക്കട്ടെ. ഇവിടെ എല്ലാരും ഇപ്പൊ വരണ്ടാരും പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ജോലി കിട്ടി. നല്ല ശമ്പളമാണ്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല ശമ്പളമാണ്. സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഷുഗറുണ്ട് മോളെ, ഒരു നുള്ളെടുക്ക. അല്ല മോനെ, ജോലി കിട്ടിയെങ്കിൽ പിന്നെ എന്തിനായി വിഷമം? എന്തൊക്കെയാ മോനെ നീ കാണിക്കുന്നേ? അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സസ്പെൻസ് കിട്ടുമോ മുത്തശ്ശി? നമ്മൾ ജയിച്ചു മുത്തശ്ശി. മുത്തശ്ശിയുടെ മോന് ജോലി കിട്ടി. അപ്പൊ പറ്റിച്ചതാ അല്ലേ? എന്താ ഞാൻ ചെയ്യേണ്ടെന്ന് അറിയോ? അച്ഛാ അമ്മയെ ക്ഷമിക്കണം കേട്ടോ. സത്യം പറഞ്ഞാലേ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാനത് നന്നായി അറ്റൻഡ് ചെയ്തു. എന്നാലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും വിധത്തിൽ അത് തട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പോരാത്തതിന് ഒരു MD വരാനുണ്ടായിരുന്നു എന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷെ MD വന്നില്ല. അവർ ഫോണിലൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്തു. ജോലിയായി. എന്ത് പോസ്റ്റാടാ മോനെ? കണിമംഗലം കൊച്ചുമോന് കുറഞ്ഞിട്ടൊന്നുമില്ല. മാനേജറാ. എന്റെ ഭഗവാനെ, മനസ്സിന്റെ വേദന ഇപ്പോഴാണ് കുറഞ്ഞത്.